അപ്പോൾ നമ്മളിന്ന് വന്നേക്കണേ തീർന്ന സെല്ലോ ടേപ്പ് ഇട്ടില്ല, അത് വെച്ചിട്ട് കിടലിനായിട്ട് ഒരു കുഞ്ഞ് ഡെക്കോറം ഞാൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോളിൽ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കണ എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർന്നിട്ടുള്ള സെല്ലോ ടേപ്പിൻ്റെ ഫ്രെയിംസ് ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വേഗമായ നമുക്ക് കിടലിനായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഐറ്റം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ റൂമാണ്, എൻ്റെ വീട്ടിലെ ആലുവേല റൂമാണ്. അന്നേരത്തേക്കും ആ വോളിലേക്ക് ഇത് ബ്ലറായിരിക്കുമല്ലോ, ഇപ്പം കാണിച്ചു തരാവേ. ഓക്കെ, ഇത് ഇരിക്കുന്ന സാധനം കേട്ടോ, സെല്ലോ ടേപ്പിൻ്റെ ഫ്രെയിം വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ചെയ്തേക്കണേന്നുള്ളത് കാണിച്ചു തരാം. അപ്പം അത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, ഇതുപോലെ വോളിൽ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതുപോലെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പം തീർന്ന ഒരു സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് വേഗമായോ. അപ്പം നമ്മളിതേ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പിൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ വീതിയുള്ള ഫ്രെയിം ആണെങ്കിലും കുഴപ്പമില്ല, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും മെസ്സേജസ് എഴുതിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇതുപോലെ എഴുതിയെടുക്കാം. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നുണ്ട്, വേണമെങ്കിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ബബിളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേപ്പർ വെട്ടിയെടുക്കാം. ഉള്ളിലേക്ക് ഇതുപോലെ ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഇങ്ങനെ ഡിസൈൻ പേപ്പർ ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ കല്യാണ കാർഡൊക്കെ വരുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഷെയ്ഡൊക്കെ ഉള്ളൊരു പേപ്പറായിരിക്കും കല്യാണ കാർഡിൻ്റെ. അപ്പോൾ അത് മുറിച്ചിട്ട് അതിനകത്തുള്ള ഭംഗിയുള്ള വശം നോക്കി പുറം ഭാഗത്തും അകം ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെ കുറേ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുത്തൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോക്കോളിൻ്റെ ബോൾ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറക്കി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ചുറ്റും നമ്മളിത് ഇതുപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ ടേപ്പ് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 5 രൂപയുടെ ഗ്ലാസ് ഷീറ്റാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൗണ്ടിൽ ഇതുപോലെ ഫോം ഷീറ്റ് വെട്ടി എടുത്തിട്ടുണ്ട് റൗണ്ടിൽ, അതും അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്ലാസ് പോലെ കിട്ടിയിട്ടുണ്ട്, ഫ്രെയിം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴ്ഭാഗത്ത് ചെറിയൊരു റിബൺ ഉണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വോൾപുട്ടി വെച്ച് ചെയ്തേക്കുന്ന ഒരു സംഭവം ഉണ്ടായത്, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പുറകിലേക്ക് എന്തെങ്കിലും ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് നേരെ വോളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേക്കോ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാം. ഫോട്ടോ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല രസമായിട്ടില്ലേ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഡബിൾ ടേപ്പ് തന്നെ ഒട്ടിക്കാൻ നോക്കുക ഫ്രണ്ടിൽ, എന്നാലാണ് ആ ഗ്ലാസ് ഷീറ്റ് നന്നായിട്ട് അതിനകത്ത് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. താഴ്ഭാഗത്ത് ആ ഗ്രീൻ കളറിലെ ബാമ്പൂവിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചേക്കുന്നത് നമ്മൾ വിനയൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, വിനയൽ സ്റ്റിക്കേഴ്സാണ് അത് ഒട്ടിച്ചേക്കണേ. ഒത്തിരി ഒരു 3 ഇയേഴ്സ് ആവാറായിട്ടുണ്ട് അത് ഒട്ടിച്ചിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ.